ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുട്ടി വീടുണ്ടാക്കുന്നതാണേ. ഒരു ഷോക്കേസിലൊക്കെ വെക്കാം, ചെറിയൊരു വീട്. അതിന് വേണ്ടി ഇച്ചിരി കാർഡ്ബോർഡ്, കത്രി, ഇത് പഴയ നൂലിൻ്റെ ഒരു റോളാണേ, അതും പിന്നെ മാസ്കിംഗ് ടേപ്പ് ഉണ്ട്, പിന്നെ ഫെവിക്കോൾ, അപ്പോൾ നമ്മൾക്കിതിങ്ങനെ ആക്കാൻ തുടങ്ങാം. കാർഡ്ബോർഡ് ഒരു വേസ്റ്റ് മെറ്റീരിയൽ അല്ലേ. അതിനായിട്ട് കാർഡ്ബോർഡൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ പണ്ടെപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങി ഈ ബോക്സാണ് മുറിച്ചിട്ട് ഇത്രയേ ഇല്ലല്ലോ. അതിങ്ങനെ ചെറിയ ആക്കിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആക്കുക. ആദ്യം വീടിൻ്റെ ഇങ്ങനെ മേൽക്കൂര അതാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ മേൽക്കൂര ഇങ്ങനെ ആക്കുന്നുണ്ട്. അതിന് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 ഭാഗവും ഒട്ടിക്കാനുണ്ട്. 4 ചുമരുകൾ എന്ന് പറയും. അതും ഇതേപോലെ ഇങ്ങനെ ഇത് ചുമര് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് ഇങ്ങനെ അളവൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഏകദേശം വെച്ച് നോക്കിയാൽ മതി. ഇതാർക്കും ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാം. ഒരു ചിന്നൊരു ഐഡിയ തോന്നി അതുകൊണ്ട് ഉണ്ടാക്കുന്നത്. ക്രാഫ്റ്റ് എനിക്ക് ഈ ക്രാഫ്റ്റ്, ഡ്രോയിങ്, ഈ എംബ്രോയിഡറി അങ്ങനത്തെ എല്ലാം എൻ്റെ ഹോബീസ്, എൻ്റെ പാഷൻ. അപ്പോൾ അതുപോലെ ഇതും ഉണ്ടാക്കുന്നു. അപ്പം ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഈ രീതിയിൽ കാണാം. ഇതേപോലെ ഇങ്ങനെ ഒട്ടിക്കുക വേണ്ട, നേരെ ഒട്ടിച്ച് അതിനെ ബോക്സ് പോലെ ആക്കിയാൽ മതി. അപ്പോൾ എളുപ്പം കഴിയും. പിന്നെ ഹോട്ട് ഗ്ലൂ ഉള്ളവർക്ക് വേഗം ഒട്ടും. ഞങ്ങൾക്ക് ഹോട്ട് ഗ്ലൂ ഇല്ല, അതുകൊണ്ട് ഞാൻ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചതാണ്. ഹോട്ട് ഗ്ലൂ ഉള്ളവർക്ക് വേഗം ആക്കാം. അതേമാതിരി ഇങ്ങനെ ബോർഡിൻ്റെ ഇവിടെ ഒരു ബാക്ക് ഭാഗത്തൊരു ചെറിയ സ്ക്വയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുൻഭാഗത്ത് ഇതേപോലെ ഒരു ഡോറ് പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിപ്പം നിങ്ങൾ കാണും. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മ, എങ്ങനെ വീഡിയോ എടുക്കുന്ന ശൈലി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യാം, പറഞ്ഞു തരാം. ഇപ്പോൾ നമ്മളെ YT ഫാമിലിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചാൽ എല്ലാവർക്കും മുന്നോട്ട് പോകാമെന്നുള്ള കരുതിയില്ലാന്ന് ഞാനും എൻ്റെ ഈ ചെറിയ ചാനലും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫൈനലി ഇതങ്ങനെ ബോക്സ് ആയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഡോറും ബാക്കിൽ ഒരു വിൻഡോവും കണക്കായി കൊടുത്തിട്ടുണ്ട്. ഒരു ഇതുപോലെ അപ്പം അതിൻ്റെ മേലെ നമ്മളെ മേൽക്കൂര ഒട്ടിച്ച് കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഇതെല്ലാം നമ്മളെ കളർ പേപ്പറല്ലേ, ഡെക്കറേഷൻ പേപ്പർ, അതിനെ കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഡെക്കറേഷൻ പേപ്പർ ആഗസ്റ്റ് 5-ന് വാങ്ങിയ ഡെക്കറേഷൻ പേപ്പറിൻ്റെ അകത്തുനിന്ന് എൻ്റെ മോൻ കുറച്ച് താഴോട്ട് ഒട്ടിച്ചത് കീറി ഇതാക്കീനി, അതെടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുക്കുന്നത്. ഇപ്പം ഞാൻ ടോപ്പിൽ ഓറഞ്ചാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ബേസ് ആ സ്ക്വയറിന് വെള്ള,
പിന്നെ അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗം അടിത്തറ വേണ്ടേ, അതിന് ഗ്രീൻ. പിന്നെ മറ്റേ ആ നൂലിൻ്റെ റോളിന് ഞാൻ ഓറഞ്ച് തന്നെ കൊടുത്തേ. അതിൻ്റെ അടിയിലൊരു ബേസ് ഉണ്ട്, അതിന് ഗ്രീൻ. അങ്ങനെയാണ് കൊടുത്തത്. വെള്ളം ഞാൻ ഒരിക്കൽ വിഭജിച്ചു. അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ കവറാക്കിയിട്ട് ഇതിൻ്റെ വീടിൻ്റെ ഒരു കൂലിയായി. അപ്പോൾ വീടായി. ഇനി അതിൻ്റെ അടിത്തറ അടിഭാഗം ആക്കുമ്പോൾ അതിൻ്റെ കാർഡ്ബോർഡ് വെച്ചനെ ഞാൻ കാർഡ്ബോർഡിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിങ്ങനെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രീൻ കളറ് ഇതിൻ്റെ മേലെയാണ് നമ്മൾ വീട് വെക്കുന്നത്, വീടിൻ്റെ ബേസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കും, ഒട്ടിച്ചു കൊടുക്കുകയായിരുന്നു വീട്. ഇനി ഈ റോളറിനാണ് ഇതും മൊത്തം താഴ്ത്തി ഈ ഓറഞ്ച് കളർ പേപ്പറിനെ കൊണ്ട് ഇങ്ങനെ ചുറ്റി വയ്ക്കുക. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചുറ്റി കാണുന്നത്. ഇതിൻ്റെ മേലാണ് നമ്മൾ ഹൗസ് വെക്കുന്നത്. അപ്പം ഇതിൻ്റെ മേലൊരു ബേസാണ് ഇത്. ഞാൻ ഇവിടെ വെച്ചിട്ട് ആ ബേസിൻ്റെ ഇടയിൽ നമ്മൾ ഓൾറെഡി വീട് ഒട്ടിച്ച് കഴിഞ്ഞു. അതിൻ്റെ അടിയിൽ ഈ റോളറ്, അതിൻ്റെയും താഴെയൊരു ബേസ് ഉണ്ട്. അതാണ് നിങ്ങളിപ്പം കാണാൻ പോകുന്നത്. അതായത് ഇതിൻ്റെ മേലെ ഒരു കാർഡ്ബോർഡും കൂടി ഒട്ടിച്ച് വെച്ചിട്ട് കുറച്ച് കട്ടിയാവാൻ വേണ്ടിയാണ് ഞാൻ അടിയിലത്തെ ലാൻഡ്സ്കേപ്പ്, അതായത് അടിയിലത്തെ ബേസ് വെക്കുന്നത്. അതും ഇങ്ങനെ കളർ പേപ്പർ കൊണ്ട് ഒട്ടിക്കണം. ഞാനിവിടെ ഗ്രീനാണ് ആക്കി കൊടുക്കുന്നത്. ഗ്രീൻ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ബേസ്. ഇനി അതിൻ്റെ മേലെ നമ്മളെ വീട് നേരത്തെ ആക്കി വെച്ച വീട് ഒട്ടിച്ചാൽ മതി. ഇതിങ്ങനെ പേസ്റ്റ് ചെയ്താൽ മതി. ഇതായി. ഇനി ഇപ്പം അതിനൊരു ലാഡർ നമ്മൾ വെക്കണം. അതിനും ഈ കാർഡ്ബോർഡ് തന്നെ ഉപയോഗിച്ചേ. അപ്പം ചെറിയ ചോട്ടി പീസായിട്ട് അതിൻ്റെ ഏണി ഇങ്ങനെ വെച്ച്, എന്നിട്ട് അതിനെ നൂല് കൊണ്ട് അവിടെ വീട്ടിൻ്റെ ആ എഡ്ജിൽ ഇങ്ങനെ ഹുക്ക് ചെയ്യുക. അപ്പോൾ ഏണി റെഡിയായി. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഈ ഊളൻ ത്രെഡാണ് ഞാൻ എടുത്തത്. അതിൻ്റെ ബാക്കിൽ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യണ്ടേ. നമുക്കിനി ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ നമ്മളെ വീട് റെഡിയായി. എങ്ങനെയുണ്ട് വീട്, ചോട്ടാച്ചി വീട്? നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. ബായ്.